പോകുന്നു. ശ്രീ PR ശിവശങ്കർ, വിഭജന ഭീതി ദിനം ആ പരിപാടി പൊളിഞ്ഞു അല്ലേ കേരളത്തിൽ? എനിക്കറിഞ്ഞൂടാ, നിങ്ങളുടെ പത്രദൃശ്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കൊണ്ട് മാത്രമാണ് ചരിത്രം എഴുതുന്നത് എന്ന് വാശി പിടിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്യുന്ന താങ്കളെ പോലുള്ളവർക്ക് എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. കാരണം താങ്കളുടെ പത്രം താങ്കൾക്ക് സൗകര്യമുള്ളത് വ്യാഖ്യാനിക്കാം. ഇത് ചരിത്രത്തിൽ ഇത് പൊളിയുന്നോ പൊളിയുന്നില്ല എന്നുള്ളത് ഭാവി കാലമാണ് നിശ്ചയിക്കേണ്ടത്. ഇപ്പോൾ താങ്കൾ ഈ ഇൻട്രോയിൽ എന്തൊക്കെ മണ്ടത്തരം വിളിച്ചു പറഞ്ഞത്? ആധുനിക കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് തീരുമാനിക്കേണ്ടത് ഒരു ചരിത്രത്തിൻ്റെ കാര്യം. ആധുനിക കാലഘട്ടത്തിൽ വേണേൽ നമുക്ക് നിശ്ചയിക്കാം, ഇപ്പോഴത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിശ്ചയിക്കാം എങ്ങനെയാണ് ഭാരതത്തിൻ്റെ ചരിത്രം പോകണമെന്ന്. പിന്നെ അങ്ങ് വളരെ വളരെ വ്യക്തമായിട്ട് വീണ്ടും വീണ്ടും പറയുകയാണ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഭാഗമല്ലാത്തവർ. നിങ്ങളോട് ആരാണ് ഈ വിഡ്ഢിത്തമൊക്കെ ചരിത്രത്തോട് പറഞ്ഞു നിർത്തത്? നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നെഹ്റുവിൻ്റെ ആളുകളും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരും എഴുതി വെച്ച ചരിത്രം ഞാൻ എത്ര തവണ വിശദീകരിച്ചാലും 10-15 വർഷമായില്ലേ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിശദീകരിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഞാൻ പറഞ്ഞ ഒരു പുസ്തകമെങ്കിലും വായിച്ചിട്ട് അത് തെറ്റാണെന്ന് പറയാനുള്ള സാമാന്യ മര്യാദ സ്മൃതി പരുത്തിക്കാട് ഇതുവരെ കാണിച്ചിട്ടില്ല. ഇതൊക്കെ കുറേ ചരിത്രങ്ങൾ നമ്മൾ എങ്ങനെ ഇരുന്ന് പറഞ്ഞാണ്. ഞാൻ ഇതിനൊന്നും യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല. നിങ്ങൾ പഠിക്കുകയില്ല. പിന്നെ ചരിത്രത്തിൽ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്, ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കുന്നത് ചരിത്രത്തിൽ നാം ഒന്നും പഠിക്കുന്നില്ല എന്നതാണെന്ന് ഒരു വിശ്വവിഖ്യാതകാരനായ ചരിത്രകാരൻ പറഞ്ഞിട്ടുണ്ട്. അത് സ്മൃതിയെ സംബന്ധിച്ചിടത്തോളം വളരെ സത്യമാണ്. ചരിത്രത്തിൽ നിന്ന് താങ്കൾ ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ എന്റെ എനിക്ക് എന്തായാലും നിങ്ങൾ ചരിത്രം പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ല എനിക്കറിയാം, അല്ല തീർച്ചയായും എനിക്കറിയാം ചരിത്രം പഠിക്കാൻ നിങ്ങൾക്ക് ഏതൊക്കെയോ കാലഘട്ടത്തിൽ എഴുതി വെച്ച ചരിത്രം പഠിക്കാനാണ് ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞത്. ഇല്ല, എല്ലാ ചരിത്രവും ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ് സ്മൃതി. എല്ലാ കാലഘട്ടത്തിലും അത് ചരിത്രം പഠിക്കുമ്പോൾ തെറ്റായ ചരിത്രം ഏതാണ് ശരിയായ ചരിത്രം ഏതാണെന്ന് മനസ്സിലാക്കണം. അതിനുള്ള സാമാന്യ ബുദ്ധിയും മനനം ചെയ്യാനുള്ള കഴിവും വേണം. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലാണ്ട് ഞാൻ പഠിച്ച ചരിത്രം മാത്രമേ സത്യമുള്ളൂ, ഞാൻ പഠിച്ച ടെക്സ്റ്റ് മാത്രമാണ്. കേരളത്തിൽ വിഭജന ഭീതി ദിനം പൊളിഞ്ഞോ എന്നതായിരുന്നു എന്റെ ചോദ്യം. ഇവിടെ നന്നായി ഗവർണർ ആവശ്യപ്പെട്ടതുപോലെ ഇവിടെ ആചരിക്കപ്പെട്ടോ? എന്തൊക്കെയായിരുന്നു സെമിനാർ, നാടകങ്ങൾ, തെരുവ് നാടകങ്ങൾ, കുറെ പദ്ധതികൾ ഉണ്ടായിരുന്നല്ലോ, നടന്നോ? സ്മൃതി, അതാണ് ഈ ചരിത്രത്തിൽ സംഘടനയും രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ പത്രദൃശ്യ മാധ്യമങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഒരു ചരിത്രത്തിൽ ഞങ്ങൾ ആഹ്വാനം ചെയ്ത കാര്യം, സ്വാതന്ത്ര്യ സമരം തന്നെ എടുത്തു നോക്കൂ. ആദ്യം സമരം ചെയ്തവരൊക്കെ വിജയിച്ചപ്പോൾ ആദ്യത്തെ ദിവസം സ്മൃതി ചോദിക്കുകയാണ്, എന്താ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരം വിജയിച്ചോ? താങ്കൾ ഉപ്പ് സത്യാഗ്രഹത്തിൽ നടന്നല്ലോ, വിജയിച്ചോ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? നിങ്ങളുണ്ടായിരുന്നെ തീർച്ചയായിട്ടും ചോദിച്ചേനെ, ഗാന്ധി കഷ്ടപ്പെട്ടു പോയതിന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സമര ചരിത്രം അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം തുടങ്ങുന്നത് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ്. അത് അന്ന് രാവിലെ എണീറ്റ് വിജയിച്ചോ എന്ന് ചോദിക്കുന്നത് ശുദ്ധ മണ്ടത്തരമോ അതിനുള്ള ചരിത്രത്തോടുള്ള താങ്കൾ പറഞ്ഞത് നിങ്ങൾ പതുക്കെ കൊണ്ടുവരാൻ പോകുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ തൽക്കാലം ഒറ്റ മിനിറ്റ് അങ്ങൊന്ന് ഇടപെടുന്നതിൽ ക്ഷമിക്കണം. അല്ലല്ല, ഒറ്റ മിനിറ്റ്. രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ഒരു വാക്കെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശമാണെന്നേ, ഒന്ന് പോയിട്ട് വരാം. Debate with Smriti Parittikad.